ഹായ് ഡിയേഴ്സ്, എ ശ്രീധര മേനോൻ്റെ കേരള ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്യുന്നവർക്കായി, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കും ജോലി തിരക്ക് മൂലം പഠനം ബാലൻസ്ഡ് ആക്കാൻ പറ്റാത്തവർക്കും കേട്ടുകൊണ്ട് പഠിക്കാൻ ആരംഭിച്ച സീരീസാണിത്. ഈ ക്ലാസ്സുകളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലായ എലമെൻ്റൽ PSCയിൽ ലഭ്യമാണ്. ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ വെൽക്കം ബാക്ക് ടു എലമെൻ്റൽ PSC. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അധ്യായം 15 പോർച്ചുഗീസ് കാലഘട്ടം. ഈ ഒരു ചാപ്റ്ററിൽ വാസ്കോ ഡ ഗാമയുടെ ആഗമനം തൊട്ട് കൂനൻകുരിശ് കലാപത്തിന് ശേഷം വരെയുള്ള ആ ഒരു കാലഘട്ടം വരെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ വാസ്കോ ഡ ഗാമയുടെ ആഗമനം, അതിനുശേഷം വന്ന ഓരോ നാവികന്മാർ, ഇവരെ പറ്റിയെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. 1498 മെയ് മാസത്തിൽ വാസ്കോ ഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങിയത് കേരള ചരിത്രത്തിലെ സംഭവ ബഹുലമായ ഒരു അധ്യായത്തിൻ്റെ ആരംഭമാണ്. ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യമാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. വാണിജ്യ വികസനമായിരുന്നു പോർച്ചുഗീസുകാരുടെ അടിയന്തര ലക്ഷ്യമെങ്കിലും കാലക്രമേണ തദ്ദേശീയ രാജാക്കന്മാരെ കീഴമർത്തി ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള വലുതായ ആഗ്രഹം അവർക്കുണ്ടായി. സാമൂതിരി ഒരു ഭാഗത്തും കൊച്ചി രാജാവും കോലത്തിരിയും മറ്റ് ചെറുകിട നാടുവഴികളും മറുഭാഗത്തുമായി തമ്മിൽ നടന്നുകൊണ്ടിരുന്ന രൂക്ഷമായ മത്സരം ഒരു ഹ്രസ്വകാലത്തേക്കെങ്കിലും പോർച്ചുഗീസുകാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കിക്കൊടുത്തു. സാമൂതിരിയുടെ അധികാരത്തിന് കീഴിൽ കുഴങ്ങുകയായിരുന്ന കൊച്ചി രാജാവിന് തൻ്റെ പരമ്പരാഗതനായ ശത്രുവിനെതിരെ സുശക്തമായ ഒരു രാഷ്ട്രീയ പ്രതിരോധം പടർത്തുയർത്താൻ പോർച്ചുഗീസുകാരുടെ ആഗമനം സുവർണാവസരം നൽകി. അപ്പം നമ്മളിവിടെ നോക്കിയത് എന്തൊക്കെയാണ്? വാസ്കോ ഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങി എന്ന് പറഞ്ഞു. ഏത് വർഷം? 1498 മെയ് മാസത്തിലാണ് വന്നത്. ഇവർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്? 1. ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യമാർഗം കണ്ടുപിടിക്കുക. 2. പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കുക. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വിട്ടത്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ അടിയന്തര ലക്ഷ്യമെന്ന് പറയുന്നത് വാണിജ്യ വികസനമായിരുന്നു. പക്ഷേ കാലക്രമേണ അവരുടെ ലക്ഷ്യം എന്തായിട്ട് മാറി? ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യമായി മാറി. അപ്പോൾ ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തത് എന്തായിരുന്നു? നമ്മുടെ സാമൂതിരി ഒരു ഭാഗത്തും കൊച്ചി രാജാവും കോലത്തിരിയും മറ്റ് ചെറുകിട നാടുവഴികളും മറുഭാഗത്തുമായി തമ്മിൽ നടന്നുകൊണ്ടിരുന്ന രൂക്ഷമായ മത്സരം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഇവർക്ക് സാമ്രാജ്യ വികസനത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തത്. അപ്പം ഈ സാമൂതിരിയുടെ അധികാരത്തിന് കീഴിൽ കൊച്ചി രാജാവ് വല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെ കൊച്ചി രാജാവിൻ്റെ പരമ്പരാഗതനായ ശത്രുവാണ് ആര്? സാമൂതിരി. അപ്പോൾ സാമൂതിരിക്കെതിരെ ഒരു രാഷ്ട്രീയ പ്രതിരോധം തന്നെ പടുത്തുയർത്താൻ പോർച്ചുഗീസുകാരുടെ ആഗമനം നമ്മുടെ കൊച്ചി രാജാവിന് ഒരു സുവർണാവസരം നൽകി. അടുത്ത നോക്കാം. കോഴിക്കോട് വെച്ച് സാമൂതിരിയിൽ നിന്ന് പോർച്ചുഗീസുകാർക്ക് ലഭിച്ച സ്നേഹശൂന്യമായ സ്വീകരണവും കപ്പിത്താന്മാർക്കുണ്ടായ അസുഖകരമായ അനുഭവങ്ങളും അവരെ കൊച്ചി രാജാവിനോട് അടുപ്പിച്ചു. കൊച്ചിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഒരു പ്രതിരോധാക്രമണ സഖ്യമുണ്ടാക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ സമരത്തിൽ സാമൂതിരി പോർച്ചുഗീസ് ആക്രമണത്തിനെതിരായി കേരള സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന നിലയിലേക്ക് ഉയർന്നു. കൊച്ചി രാജാവാകട്ടെ പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങൾക്കെല്ലാം പങ്കാളികളായും തീർന്നു. സാമൂതിരിയുടെ തലമുറയായി ഉണ്ടായിരുന്ന വൈര്യം മനസ്സിൽ വെച്ചുകൊണ്ട് കോലത്തിരിയും പോർച്ചുഗീസുകാരെ സഹായിച്ചു. എന്നാൽ അദ്ദേഹം അവർക്കെതിരായി ഉറച്ച നില കൈക്കൊണ്ട സന്ദർഭങ്ങളും കുറവല്ല. കൊല്ലത്തെയും പുറക്കാട്ടെയും രാജാക്കന്മാർ പോർച്ചുഗീസുകാരുടെ ബന്ധുക്കളായിരുന്നു. പോർച്ചുഗീസുകാർക്ക് കേരളത്തിലെ രാജാക്കന്മാരും നാടുവഴികളും സ്വമനസാലെ നൽകിയ പിന്തുണയായിരുന്നു അവർക്ക് 1.5 നൂറ്റാണ്ടുകാലത്തോളം കേരളത്തിൽ വാണിജ്യപരമായ ആധിപത്യം ഉറപ്പിക്കാൻ സഹായകമായത്. പോർച്ചുഗീസുകാർക്ക് കേരളത്തിലുണ്ടായ ഉദയാസ്തമയങ്ങളുടെ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളാണ് ഈ അധ്യായത്തിൻ്റെ വിഷയം. അപ്പോൾ ഇവിടെ പറഞ്ഞത് കോഴിക്കോട് സാമൂതിരിയിൽ നിന്ന് പോർച്ചുഗീസുകാർക്ക് ലഭിച്ച സ്നേഹശൂന്യമായ സ്വീകരണവും കപ്പിത്താന്മാർക്കുണ്ടായ അസുഖകരമായ അനുഭവങ്ങളും അവരെ കൊച്ചി രാജാവിനോട് അടുപ്പിച്ചു. അപ്പോൾ ഈ ചാപ്റ്ററിൽ എങ്ങനെയാണ് കൊച്ചി രാജാവിനോട് ഇവർ അടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.
കൊച്ചിയും പോർച്ചുഗീസുകാർ അപ്പം കൊച്ചി രാജാവിനോട് അടുപ്പിക്കാനുണ്ടായ കാരണം എന്താണ്? കോഴിക്കോട് നിന്ന് ഇവർക്ക് നല്ല സ്വീകരണമൊന്നും കിട്ടിയില്ല. അത് തന്നെയാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. കൊച്ചിയും പോർച്ചുഗീസുകാരും തമ്മിൽ എന്ത് ചെയ്തു? അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പിലായിട്ട് അവർ ഒരു പ്രതിരോധാക്രമണ സഖ്യമുണ്ടാക്കി. ആർക്കെതിരെ? സാമൂതിരിക്കെതിരെ. തുടർന്ന് സാമൂതിരിയുമായിട്ട് സമരത്തിലായി. പോർച്ചുഗീസ് ആക്രമണത്തിനെതിരായി കേരള സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന നിലയിലേക്ക് ആരുയർന്നു? സാമൂതിരി ഉയർന്നു. അപ്പം കേരള സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന നിലയിലേക്ക് ഉയർന്നത് സാമൂതിരിയാണ്. കൊച്ചി രാജാവ് എന്ത് ചെയ്തു? പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങൾക്കെല്ലാം പങ്കാളികളായി തീർന്നു. അതുപോലെ തന്നെ സാമൂതിരിയോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കോലത്തിരി, അവരും പോർച്ചുഗീസുകാരെ സഹായിച്ചു. ഇനി കൊല്ലത്തിൻ്റെയും പുറക്കാട്ടയും കാര്യം എന്താണ്? അവരും എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർക്ക് ബന്ധുക്കളായി തീർന്നു. പോർച്ചുഗീസുകാർക്ക് കേരളത്തിലെ രാജാക്കന്മാരും നാടുവാഴികളും ഇങ്ങനെ സ്വമനസാലെ പിന്തുണ നൽകി. ആ പിന്തുണ തന്നെയായിരുന്നു 1.5 നൂറ്റാണ്ട് കാലത്തോളം കേരളത്തിലെ വാണിജ്യപരമായ ആധിപത്യം ഉറപ്പിക്കാൻ ആരെ സഹായിച്ചത്? പോർച്ചുഗീസുകാരെ സഹായിച്ചത്. അപ്പം നമുക്ക് ഇനി മെയിൻ പോയിന്റുകളിലേക്ക് കടക്കാം. വാസ്കോ ഡ ഗാമയുടെ ആഗമനം. ഇതാണ് അടുത്ത ഹെഡിങ്. 1498 1498 മെയ്യിൽ വാസ്കോ ഡ ഗാമ കോഴിക്കോട് വന്നപ്പോൾ സാമൂതിരിയും പ്രജകളും പാരമ്പര്യാനുസൃതമായ ആതിഥ്യ മര്യാദയോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. വാസ്കോ ഡ ഗാമ കോഴിക്കോട് നഗരത്തിന് ഏതാനും നാഴിക അകലെയുള്ള കോവിലകത്ത് ചെന്ന് സാമൂതിരിയെ സന്ദർശിച്ചു. രണ്ടു നേതാക്കന്മാരുടെയും പരസ്പര സന്ദർശനം വ്യക്തമായ ഫലമൊന്നും ഉളവാക്കിയില്ല. വിൽക്കാൻ തരപ്പെടാത്ത ചരക്കുകൾ സൂക്ഷിക്കാൻ തന്റെ അനുയായികളിൽ ഒരു സംഘത്തെ കോഴിക്കോട് നിർത്താൻ അനുവദിക്കണമെന്ന വാസ്കോ ഡ ഗാമയുടെ അഭ്യർത്ഥന സാമൂതിരി നിരസിച്ചു. നാട്ടിൽ നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് പോർച്ചുഗീസുകാർ ചുങ്കം കൊടുത്തുകൊള്ളണമെന്ന് അദ്ദേഹം നിർബന്ധിക്കുകയും ചെയ്തു. വാസ്കോ ഡ ഗാമ ആഗസ്റ്റിൽ കോഴിക്കോട് വിട്ടു. യാത്രാമധ്യേ അദ്ദേഹം കോലത്തിരി രാജാവിന്റെ ക്ഷണമനുസരിച്ച് കണ്ണൂർ ഇറങ്ങി. അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്തു. പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതിനെ പറ്റി അദ്ദേഹം വാസ്കോ ഡ ഗാമയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. വാസ്കോ ഡ ഗാമ 1498 നവംബറിൽ കണ്ണൂർ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിലെത്തി. നാട്ടിലെത്തിയ വാസ്കോ ഡ ഗാമയ്ക്ക് വീരോചിതമായ സ്വീകരണമാണ് ലഭിച്ചത്. അങ്ങേയറ്റത്തെ വിജയമായിരുന്നു അദ്ദേഹത്തിന്റെ പര്യടനം. വാസ്കോ ഡ ഗാമ കൊണ്ടുവന്ന ചരക്കുകളുടെ വില മാത്രം ആ പര്യടനത്തിന് ചെലവായതിന്റെ 60 മടങ്ങുണ്ടായിരുന്നു. അപ്പൊ വാസ്കോ ഡ ഗാമയുടെ ആഗമനമാണ് ഇപ്പൊ പറഞ്ഞത്. എന്നാണ് ഗാമ വന്നത്? 1498 മെയ്യിൽ കോഴിക്കോട് വന്നു. അപ്പൊ സാമൂതിരിയുടെ നിലപാട് എങ്ങനെയായിരുന്നു? വന്ന അതിഥിയാണ്. അപ്പൊ ആതിഥ്യ മര്യാദയോടെ തന്നെ അദ്ദേഹം സ്വീകരിച്ചു. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ആവശ്യം എന്തായിരുന്നു? വിൽക്കാൻ തരപ്പെടാത്ത ചരക്കുകൾ സൂക്ഷിക്കാൻ അവർക്ക് അവരുടെ അനുയായികളെ കോഴിക്കോട് നിർത്താവോ എന്ന് ചോദിച്ചു. സാമൂതിരി അത് നിരസിച്ചു. അപ്പൊ സാമൂതിരി എന്ത് പറഞ്ഞു? നാട്ടിൽ നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് പോർച്ചുഗീസുകാർ ചുങ്കം കൊടുക്കണമെന്ന്, അതായത് ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഗാമ എന്ത് ചെയ്തു? ആഗസ്റ്റിൽ കോഴിക്കോട് വിട്ടു. അപ്പൊ യാത്രാമധ്യേ അദ്ദേഹം എവിടെയാണ് ഇറങ്ങിയത്? നമ്മൾ വിചാരിക്കും നേരത്തോട്ട് പഠിച്ചിരിക്കുന്നത് കൊച്ചിയിൽ ഇറങ്ങി. പക്ഷേ യാത്രാമധ്യേ അദ്ദേഹം ഇറങ്ങിയത് കണ്ണൂരാണ്. ആരുടെ ക്ഷണമനുസരിച്ച്? കണ്ണൂരിലെ കോലത്തിരി രാജാവിന്റെ ക്ഷണമനുസരിച്ച് കണ്ണൂരിൽ ഇറങ്ങി. അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്തു. അപ്പൊ കോലത്തിരി എന്ത് ലക്ഷ്യം വെച്ചായിരിക്കും വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവുക? കോലത്തിരിയുടെ ശത്രുവാണല്ലോ സാമൂതിരി. അപ്പൊ സാമൂതിരിക്കെതിരെ ഒരു നീക്കം എന്ന രീതി തന്നെയാണ് കോലത്തിരി എന്ത് ചെയ്തത്? വാണിജ്യ സൗകര്യങ്ങൾ പോർച്ചുഗീസുകാർക്ക് വാഗ്ദാനം ചെയ്തത്. പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതിനെ പറ്റി അദ്ദേഹം ഗാമയുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു. അങ്ങനെ ഗാമ എന്ത് ചെയ്തു? 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു. എന്നാണ് പുള്ളി വന്നത്? 1498 മെയ്യിലാണ് കോഴിക്കോട് വന്നത്. കേരളത്തിൽ നിന്ന് തിരിച്ചു പോകുന്നത് 1498 നവംബറിൽ പോയി. എവിടെ നിന്ന് പുറപ്പെടുന്നത്? കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിലെത്തി. അപ്പൊ ഇദ്ദേഹത്തിന്റെ യാത്ര എന്ന് പറയുന്നത് ഏറ്റവും വിജയകരമായ ഒരു യാത്രയായിരുന്നു. അതിന് കാരണം എന്താണ്? ഗാമ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ചരക്കുകളുടെ വില മാത്രം ആ പര്യടനത്തിന് ചെലവായതിന്റെ 60 മടങ്ങുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വൻ വിജയമായ ഒരു യാത്രയായിരുന്നു. അപ്പൊ ഗാമയ്ക്ക് ശേഷം വീണ്ടും അടുത്തയാളെ വിടുകയാണ്. അതാണ് കബ്രാൾ. അപ്പൊ നമുക്ക് കബ്രാളിനെ നോക്കാം.
പോർച്ചുഗീസ് രാജാവ് അടുത്ത പര്യടന സംഘത്തെ പെഡ്രോ അൽവാരിസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് അയച്ചു. 33 കപ്പലുകളും 1500 ആളുകളും ഉണ്ടായിരുന്നു ആ സംഘത്തിൽ. ആപൽക്കരമായ ഒരു യാത്രയ്ക്ക് ശേഷം കബ്രാൾ ഇന്ത്യയിൽ വന്നപ്പോൾ 6 കപ്പലുകളെ അവശേഷിച്ചിരുന്നുള്ളൂ. കബ്രാൾ നയഹീനനും സ്വാധികാര പ്രമാണിയുമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണം പരാജയമായിരുന്നില്ല. കബ്രാളിന്റെ പ്രതിനിധിയായ ഐറസ് കൊറിയ സാമുദ്രികമായി ഒരു ധാരണയിലെത്തുകയും തൽഫലമായി കോഴിക്കോട് ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം പോർച്ചുഗീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ കോഴിക്കോടുണ്ടായിരുന്ന അറബികളും പോർച്ചുഗീസുകാരും തമ്മിൽ നിലനിന്നിരുന്ന തീവ്ര മത്സരം പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിലുള്ള ബന്ധുത്വത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം സൃഷ്ടിച്ചു. കോഴിക്കോട് തുറമുഖത്തുണ്ടായിരുന്ന ഒട്ടേറെ അറബി കപ്പലുകളെ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരെ കൂട്ടത്തോടെ കൊല്ലുകയും ചെയ്തു. പോർച്ചുഗീസുകാരുടെ കരുതിക്കൂട്ടിയുള്ള ഈ നീച പ്രവൃത്തി നാട്ടുകാരെ അരിശം കൊള്ളിച്ചു. കോപാകുലരായ ജനങ്ങൾ പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല നശിപ്പിക്കുകയും കരയ്ക്കുണ്ടായിരുന്ന പോർച്ചുഗീസുകാരിൽ പകുതിയിലധികം പേരെ വധിക്കുകയും ചെയ്തു. സംഭ്രാന്തനായ കബ്രാൾ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് കപ്പൽ കയറി. 1500 ഡിസംബറിൽ ക്രിസ്തുമസ് ദിനത്തിൽ കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് കപ്പിത്താനെ കൊച്ചി രാജാവ് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കൊച്ചിയിൽ കച്ചവടം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം പോർച്ചുഗീസുകാർക്ക് ചെയ്തു കൊടുത്തു. അവർക്ക് കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് കൊച്ചി രാജാവ് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. കബ്രാൾ കൊച്ചിയിലായിരിക്കുമ്പോൾ കൊല്ലത്തും കണ്ണൂരും അനുകൂലമായ വ്യവസ്ഥകളിൽ ചരക്ക് കയറ്റാനുള്ള സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവിടുത്തെ രാജാക്കന്മാർ അദ്ദേഹത്തെ സൗഹൃദപൂർവ്വം ക്ഷണിച്ചു. കബ്രാളിന് കൊല്ലത്തേക്ക് പോകാൻ തരമായില്ലെങ്കിലും മടക്കയാത്രയിൽ കണ്ണൂരിറങ്ങി. കപ്പലുകളിൽ കുറെ കൂടി ചരക്ക് കയറ്റാൻ കോലത്തിരി രാജാവ് അദ്ദേഹത്തെ സഹായിച്ചു. കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയിൽ കബ്രാളിന്റെ സംഘത്തെ സാമൂതിരിയുടെ സുശക്തമായ ഒരു നാവികപ്പട തടഞ്ഞു. കബ്രാൾ ഗുരുതരമായ നഷ്ടങ്ങൾ ഒന്നുമില്ലാതെ രക്ഷപ്പെട്ടു. പൊതുവെ നോക്കിയാൽ കബ്രാളിന്റെ കേരള പര്യടനം പോർച്ചുഗീസുകാർക്ക് ഒരു വിജയമായിരുന്നു. ആ പര്യടനത്തിന്റെ ഫലമായി അവർക്ക് കൊച്ചി രാജാവിന്റെ ബന്ധുത്വവും കേരളക്കരയിലെ തങ്ങളുടെ വാണിജ്യപരവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായകമാം വിധം ഒരു നല്ല തുറമുഖം പ്രയോജനപ്പെടുത്താനുള്ള സൗകര്യവും ലഭിച്ചു. അപ്പൊ നമ്മൾ കബ്രാളിന്റെ കാര്യങ്ങളാണ് നോക്കി. കബ്രാൾ വന്നോട്ടുള്ളത് നമുക്കൊന്നുകൂടി നോക്കാം എന്തൊക്കെയാ പറഞ്ഞത്. പോർച്ചുഗീസ് രാജാവ് അടുത്ത പര്യടന സംഘത്തെ അയച്ചു. ആ പര്യടന സംഘത്തിന്റെ തലവന്റെ പേരെന്താണ്? പെഡ്രോ അൽവാരിസ് കബ്രാൾ. അപ്പൊ കബ്രാളിന്റെ മുഴുവൻ പേരെന്താണ്? പെഡ്രോ അൽവാരിസ് കബ്രാൾ. 33 കപ്പലുകളും 1500 ആളുകളും ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് പുറപ്പെടുമ്പോൾ 33 കപ്പല് 1500 ആളുകൾ. പക്ഷേ ഇന്ത്യയിൽ വന്നപ്പം 6 കപ്പലുകളെ അവശേഷിച്ചിരുന്നുള്ളൂ. സാമൂതിരിയുമായിട്ട് ഇവരൊരു ധാരണയിലെത്തി എന്ന് പറഞ്ഞു. ആരാണ് ധാരണയിലെത്താൻ കാരണമായത്? ആര് കാരണമാണ്? കബ്രാളിന്റെ പ്രതിനിധിയായ ഐറസ് കൊറിയ. ആ പേര് ഓർത്തിരിക്കുക, ഐറസ് കൊറിയ. കബ്രാളിന്റെ പ്രതിനിധിയായ ഐറസ് കൊറിയയാണ് സാമൂതിരിയുമായി ഒരു ധാരണയിലെത്തിയത്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? കോഴിക്കോട് ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അധികാരം പോർച്ചുഗീസുകാർക്ക് ലഭിച്ചു. അപ്പൊ ഒന്നാമത്തെ വാസ്കോഡ ഗാമയുടെ ആഗമനം, ആ ആഗമനത്തിൽ സാമൂതിരിയായിട്ട് ഒരു തരത്തിലുള്ള വ്യാപാരശാല നിർമ്മിക്കാൻ അനുവാദങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ബന്ധുത്വമോ അവർക്ക് കിട്ടിയിരുന്നില്ല. രണ്ടാമത്തെ വരവിൽ ആരാണ് വന്നത്? കബ്രാളാണ് വന്നത്. കബ്രാളിന്റെ പ്രതിനിധിയായി സാമൂതിരിയുടെ അടുത്ത് പോയ വ്യക്തി ആരാണ്? ഐറസ് കൊറിയ. അപ്പൊ ഐറസ് കൊറിയ സാമൂതിരിയുമായൊരു ധാരണയിലെത്തിയ ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം നേടിയെടുത്തു. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, ഈ പോർച്ചുഗീസുകാരൊക്കെ വരുന്നതിന് മുന്നേ തന്നെ കേരളത്തിൽ ആരുണ്ടായിരുന്നു? അറബികളുണ്ടായിരുന്നു. അപ്പോൾ അറബികളായിരുന്നു അവിടെ കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ കോഴിക്കോട് അറബികളുണ്ട്. അപ്പോൾ ഈ അറബികളും പോർച്ചുഗീസുകാരും തമ്മിൽ തീവ്ര മത്സരമാണ്. എപ്പോഴും ആദ്യം തൊട്ടേ പോർച്ചുഗീസുകാർ വന്നപ്പോൾ തൊട്ട് ഇവർ തമ്മിൽ മത്സരമാണ്. അപ്പോൾ ഈ കോഴിക്കോടുണ്ടായിരുന്ന അറബികളും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ഈ തീവ്ര മത്സരം എന്ത് ചെയ്തു? പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിലുള്ള അവരുടെ ആ ഒരു ബന്ധുത്വത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു. അപ്പം കോഴിക്കോട് തുറമുഖത്ത് ഉണ്ടായിരുന്ന അറബി കപ്പലുകളെല്ലാം എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർ പിടിച്ചെടുത്തു. ഒട്ടേറെ അറബി കപ്പലുകളുണ്ടായിരുന്നു, അതൊക്കെ പിടിച്ചെടുത്തു. കപ്പൽ ജോലിക്കാരെ എല്ലാം കൂട്ടത്തോടെ കൊല്ലുകയൊക്കെ ചെയ്തു.
അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ എന്ത് ചെയ്തു? കോപാകുലരായി. അവർ പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല നശിപ്പിച്ചു. കോഴിക്കോട് അവർ വ്യാപാരശാല തുടങ്ങിയല്ലോ, അത് നശിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരിൽ പകുതിയിലധികം പേര് എന്ത് ചെയ്തു? വധിക്കുകയും ചെയ്തു. അപ്പം കബ്രാളിന് പേടിയെ കബ്രാൾ എങ്ങോട്ട് ചെയ്തു? കോഴിക്കോട് നിന്ന് നേരെ കൊച്ചിയിലേക്ക് കപ്പൽ കയറി. അപ്പോൾ ഇനി കൊച്ചിയുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. കൊച്ചിയിലേക്ക് കപ്പൽ കയറി. 1500 ഡിസംബർ ക്രിസ്തുമസ് ദിനത്തിൽ, അതായത് 1500 വർഷം ഡിസംബർ മാസം 25-ാം തീയതി കൊച്ചിയിലെത്തി. ആര്? പോർച്ചുഗീസുകാർ. അപ്പോൾ ഈ കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് കപ്പിത്താൻ ആരാണ്? കബ്രാൾ. ആ കപ്പിത്താനെ കൊച്ചി രാജാവ് വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. അപ്പം അവർക്ക് കൊച്ചിയിലൊരു വ്യാപാരശാല നിർമ്മിക്കാനായിട്ട് ആരനുവാദം കൊടുത്തു? കൊച്ചി രാജാവ് കൊടുത്തു. ഒരു ഉടമ്പടിയിലും ഒപ്പിട്ടു. അങ്ങനെ കബ്രാൾ കൊച്ചിയിലായിരിക്കുമ്പോൾ കൊല്ലത്തും കണ്ണൂരും എന്ത് ചെയ്തു? അനുകൂലമായ വ്യവസ്ഥയിൽ ചരക്കു കയറ്റാനുള്ള സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവിടുത്തെ രാജാക്കന്മാർ ആരെ ക്ഷണിച്ചു? കബ്രാളിനെ ക്ഷണിച്ചു. അതായത് കബ്രാൾ ഇപ്പോൾ കൊച്ചിയിലാണ്. അപ്പോൾ കൊല്ലത്തും കണ്ണൂരുമുള്ള രാജാക്കന്മാർ കബ്രാളിനെ അങ്ങോട്ട് ക്ഷണിച്ചു, അവിടുന്ന് ചരക്ക് കയറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ കബ്രാൾ എന്ത് ചെയ്തു? കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോവാം. കണ്ണൂരിലേക്കുള്ള യാത്രയിൽ കബ്രാളിൻ്റെ സംഘത്തെ സാമൂതിരിയുടെ നാവികപ്പട തടഞ്ഞു. അപ്പം പക്ഷെ ഗുരുതരമായ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ കബ്രാൾ രക്ഷപ്പെടുകയൊക്കെ ചെയ്തു. അതായത് കൊച്ചിയിലും ആയിരിക്കുമ്പോൾ കൊല്ലത്തുനിന്ന് കണ്ണൂരിൽ നിന്ന് അനുകൂല വ്യവസ്ഥയിൽ ചരക്ക് കയറ്റാനുള്ള സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് രാജാക്കന്മാർ അങ്ങോട്ട് ക്ഷണിച്ചു. അവിടെ ചെന്നു, അവിടുന്ന് ചരക്കൊക്കെ കയറ്റി. അങ്ങനെ ഈ കബ്രാൾ എന്ത് ചെയ്തു? വളരെ ഹാപ്പി ആയിട്ട് പോവാം. കബ്രാൾ പിന്നെ എന്താണ്? പോർച്ചുഗീസിലേക്ക് തിരിച്ചു പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ പര്യടനം, അതായത് കബ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പര്യടനം, അതിന് ഫലമായിട്ട് അവർക്ക് 2 കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റി. ഒന്നാമത്തേത് കൊച്ചി രാജാവിൻ്റെ ബന്ധുത്വം. അപ്പോൾ 2ാമത്തെ പര്യടനത്തിലാണ് കൊച്ചി രാജാവുമായിട്ട് അവർക്കൊരു സന്ധിയിൽ ഏർപ്പെടാനൊക്കെ പറ്റിയത്. അപ്പോൾ 1ാമത്തെ പര്യടനത്തിൽ കണ്ണൂരാണ് പോയത്. 2ാമത്തെ പര്യടനത്തിലാണ് കൊച്ചി രാജാവുമായിട്ടുള്ള ബന്ധുത്വം കിട്ടുന്നത്. ഇനി 2ാമത്തെ ഇവരുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഒരു തുറമുഖം, അതായത് ഇവർക്ക് സഹായകമായ വിധത്തിൽ, ഇവരുടെ രാഷ്ട്രീയവും വാണിജ്യപരമായ താല്പര്യങ്ങൾക്കെല്ലാം അനുകൂലമായ രീതിയിൽ ഒരു തുറമുഖം പ്രയോജനപ്പെടുത്താനുള്ള സൗകര്യവും ലഭിച്ചു. കൊച്ചിയിലും കണ്ണൂരിലുമൊക്കെ അവരുമൊക്കെ ആയിട്ട് ബന്ധമായല്ലോ. അപ്പോൾ തന്നെ അവിടെയൊക്കെ ഇനി വന്നിറങ്ങുമ്പോൾ ഈ കോഴിക്കോട് വന്ന് സാമൂതിരിയുടെ അടുത്ത് വന്ന് ഇറങ്ങേണ്ട കാര്യമില്ല. സാമൂതിരിയുടെ കീഴിലുള്ള തുറമുഖത്തിൽ വന്ന് ഇറങ്ങേണ്ട കാര്യമില്ല. നേരെ എവിടെ പോയാൽ മതി? കൊച്ചിയും കണ്ണൂരും പോയാൽ മതി. അപ്പം അങ്ങനെ അവർക്കൊരു തുറമുഖം പ്രയോജനപ്പെടുത്തി. അപ്പം 2ാമത്തെ പര്യടനത്തിൻ്റെ കബ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള പര്യടനത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് ഒന്നാമത്തെ ലഭിച്ച കാര്യം എന്താണ്? കൊച്ചി രാജാവിൻ്റെ ബന്ധുത്വം. 2ാമത്തേത് കേരളത്തിൽ തങ്ങളുടെ വാണിജ്യപരവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായകമാമിതം ഒരു തുറമുഖം കിട്ടി. 3ാമത്തെ വന്ന വ്യക്തിയാണ് ജാവോ ഡാ നോവ. ആരാണ്? ആദ്യം പറഞ്ഞു വാസ്കോഡ ഗാമ, 2ാമത് വന്നത് കബ്രാള്, 3ാമത്തെ വ്യക്തി ജാവോ ഡാ നോവ. കബ്രാൾ നാട്ടിൽ തിരിച്ചെത്തുന്നതിന് മുൻപ് തന്നെ ജാവോ ഡാ നോവയുടെ നേതൃത്വത്തിൽ 3ാമതൊരു പര്യടന സംഘം ഇന്ത്യയിലേക്ക് തിരിച്ചു കഴിഞ്ഞിരുന്നു. നോവായ്ക്ക് സാമൂതിരിയുടെ ശത്രുതാഭാവത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നത് കൊണ്ട് അദ്ദേഹം കോഴിക്കോട് ഇറങ്ങാതെ കൊച്ചിയിലും കണ്ണൂരും മാത്രമേ കപ്പൽ അടുപ്പിച്ചുള്ളൂ. ചരക്ക് കയറ്റുന്നതിൽ അവിടങ്ങളിലെ രാജാക്കന്മാർ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഇത്രേ ഉള്ളൂ ജാവോ ഡാ നോവയെ പറ്റി പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. കബ്രാൾ വരുന്നതിന് മുന്നേ തന്നെ പുള്ളിനെ ഇങ്ങോട്ടേക്ക് വിട്ടു. അപ്പോൾ 3ാമത്തെ പര്യടന സംഘത്തിൻ്റെ തലവനാരാണ്? ജാവോ ഡാ നോവ. അദ്ദേഹം കോഴിക്കോട് ഇറങ്ങിയോ? ഇല്ല, നേരെ കൊച്ചിയും കണ്ണൂരുമാണ് ഇറങ്ങിയത്. അപ്പോൾ ചരക്ക് കയറ്റാനും അടുത്ത രാജാക്കന്മാരെല്ലാം സഹായം ചെയ്തു കൊടുത്തു. ഇത്രേ ഉള്ളൂ. ഇനി 4ാമത് വന്ന വ്യക്തി ആരാണ്? വാസ്കോഡ ഗാമ തന്നെയാണ്. അപ്പോൾ വാസ്കോഡ ഗാമയുടെ 2ാമത്തെ വരവ് സാമൂതിരിക്ക് പോർച്ചുഗീസുകാരുണ്ടായ വിരോധത്തെക്കുറിച്ചും കോഴിക്കോടിൻ്റെ കപ്പൽ പടയെ എതിരിടുന്നതിൽ കബ്രാളിനുണ്ടായ പരാജയത്തെക്കുറിച്ചും വിവരം ലഭിക്കുകയാൽ ക്ഷുബ്ധനായ ഡോം മാനുവൽ 15 കപ്പലുകളും 800 ആളുകളുമുള്ള മറ്റൊരു സംഘത്തെ വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ 1502 ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്ക് അയച്ചു. വാസ്കോഡ ഗാമയുടെ കപ്പലുകൾ ഇപ്രാവശ്യം 5 ദ്വീപിലാണ് അടുത്തത്. എന്നിട്ട് ഇന്ത്യൻ സമുദ്രത്തിൽ അവരുടെ കണ്ണിൽപ്പെട്ട എല്ലാ അറബി കപ്പലുകളെയും പിടിച്ചെടുക്കാൻ തുടങ്ങി. വാസ്കോഡ ഗാമ കണ്ണൂർ സന്ദർശിച്ചപ്പോൾ കോലത്തിരി അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചു.
കൊച്ചിയിലെ വിലയ്ക്ക് കുരുമുളകും മറ്റു ചരക്കുകളും കണ്ണൂർ തുറമുഖത്ത് പോർച്ചുഗീസുകാർക്ക് വിറ്റുകൊള്ളാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. അനന്തരം വാസ്കോഡ ഗാമ കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹം സാമൂതിരിയെ സന്ദർശിച്ച് കോഴിക്കോട് നഗരത്തിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങളെയും പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെട്ടു. സ്വാഭാവികമായും സാമൂതിരി അത് നിരസിച്ചു. തുടർന്ന് പോർച്ചുഗീസുകാർ കോഴിക്കോട് നഗരം ആക്രമിക്കുകയുണ്ടായി. തുറമുഖത്ത് കിടന്നിരുന്ന അരിക്കപ്പലുകൾ അവർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരുടെ കൈയും കാതും മൂക്കും ഛേദിച്ച് അവരോട് മൃഗീയമായി പെരുമാറുകയും ചെയ്തു. അതിനുശേഷം വാസ്കോഡ ഗാമ കൊച്ചിയിലേക്ക് പോന്നു. അദ്ദേഹം ഒരു പൊന്നിൻ കിരീടം ഉൾപ്പെടെ വളരെ വിലപ്പെട്ട പാരിതോഷികങ്ങൾ നൽകി കൊച്ചി രാജാവിനെ പ്രീണിപ്പിക്കുകയും രാജാവിന് അവമാനകരമായ ഒരു ഉടമ്പടിയിൽ അദ്ദേഹത്തെ കൊണ്ട് ഒപ്പുവെപ്പിക്കുകയും ചെയ്തു. കൊച്ചിയിലുണ്ടാകുന്ന കുരുമുളകും ഏലവും മറ്റു ചരക്കുകളും പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലയ്ക്ക് പൊതുജനങ്ങൾ പോർച്ചുഗീസുകാർക്ക് കൊടുത്തുകൊള്ളണമെന്നായിരുന്നു ഉടമ്പടിയിലെ വ്യവസ്ഥ. കൊച്ചിയിൽ പോർച്ചുഗീസുകാർക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യാപാരശാലകളും സൈന്യ സങ്കേതങ്ങളും സ്ഥാപിക്കാനുള്ള നിരുപാധികമായ അവകാശവും ഈ ഉടമ്പടി മൂലം അവർക്ക് കിട്ടി. വാസ്കോഡ ഗാമ കൊച്ചി താമസിക്കുന്ന കാലത്ത് കൊല്ലത്ത് നിന്ന് വീണ്ടും ക്ഷണമുണ്ടായി. കൊച്ചി രാജാവിൻ്റെ അംഗീകാരത്തോടെ വാസ്കോഡ ഗാമ ആ ക്ഷണം സ്വീകരിച്ചു. 2 പോർച്ചുഗീസ് കപ്പലുകൾ കൊല്ലത്തെത്തി കുരുമുളകും നിറച്ചു കൊച്ചിയിലേക്ക് പോന്നു. ഇതിനിടയ്ക്ക് കൊച്ചിയും കോഴിക്കോടും തമ്മിൽ ഒരു വലിയ സായുധ സംഘടനത്തിനുള്ള കളം ഒരുങ്ങിക്കഴിഞ്ഞു. വാസ്കോഡ ഗാമ താൻ ശേഖരിച്ച ഭീമമായ ചരക്കുമായി തിടുക്കത്തിൽ കൊച്ചി വിട്ടു. സാമൂതിരിക്കെതിരെ സഹായത്തിനു വേണ്ടിയുള്ള കൊച്ചി രാജാവിൻ്റെ അഭ്യർത്ഥനകൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിയില്ല. മടക്കയാത്രയിൽ വാസ്കോഡ ഗാമയ്ക്ക് സാമൂതിരിയുടെ നാവിക സൈന്യത്തെ നേരിടേണ്ടി വന്നു. പക്ഷേ പറയത്തക്ക നാശമൊന്നും സംഭവിക്കാതെ അദ്ദേഹം കപ്പൽ ഓടിച്ചുപോയി. അപ്പം രണ്ടാമത്തെ വരവിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. ആരുടെ രണ്ടാമത്തെ വരവ്? വാസ്കോഡ ഗാമയുടെ. അപ്പോൾ എപ്പോഴാണ് ഗാമ രണ്ടാമതായിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചത്? 1502 ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഡോം മാനുവൽ 1502 ഫെബ്രുവരിയിൽ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചു. 15 കപ്പലുകളും 800 ആളുകളും ഉണ്ടായിരുന്നു. എവിടെയാണ് കപ്പൽ അടുപ്പിച്ചത്? അഞ്ചുദ്വീപ്. അപ്പോൾ ഇവിടെ അഞ്ചുദ്വീപി വന്നു. എന്നിട്ട് എന്താ ചെയ്തത്? കണ്ണിൽപ്പെട്ട എല്ലാ അറബി കപ്പലുകളും, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ണിൽപ്പെട്ട എല്ലാ അറബി കപ്പലുകളും പിടിച്ചെടുത്തു. കണ്ണൂരിൽ കൊച്ചിയിലെ വിലയ്ക്കും കുരുമുളകും മറ്റു ചരക്കുകളും പോർച്ചുഗീസുകാർക്ക് വിറ്റുകൊള്ളാമെന്ന് കണ്ണൂരിലെ കോലത്തിരി സമ്മതിച്ചു. ഇതെല്ലാം ഒരു കഥ പോലെ ഓർത്തിരിക്കുക. ഗാമ എന്ത് ചെയ്തു? 1502 അവിടെ നിന്ന് വീണ്ടും പുറപ്പെട്ടു. ഇങ്ങോട്ട് വന്നപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ട അറബി കപ്പലുകളെല്ലാം പിടിച്ചെടുത്തു. അതിനുശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് പോയി. കണ്ണൂരിലെ കോലത്തിരി എന്ത് ചെയ്തു? കോലത്തിരി എല്ലാ അനുകൂലമായ നിലപാടുകളാണ്. അതായത് കണ്ണൂരിൽ കൊച്ചിയിലെ വിലയ്ക്ക് കുരുമുളകും മറ്റ് ചരക്കുകളും പോർച്ചുഗീസുകാർക്ക് വിറ്റോളാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഗാമ എന്ത് ചെയ്തു? നമ്മുടെ കോഴിക്കോട് വന്നു. സാമൂതിരിയോട് പറഞ്ഞു ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം പറഞ്ഞേക്കണമെന്ന്. സാമൂതിരി അത് നിരസിച്ചു. തുടർന്ന് എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർ കോഴിക്കോട് നഗരം ആക്രമിക്കുകയാണ്. അരിക്കപ്പലുകളെല്ലാം ആക്രമിച്ചു. കപ്പൽ ജീവനക്കാരെ എന്ത് ചെയ്തു? മൃഗീയമായി ആക്രമിച്ചു. അവരുടെ കൈയും കാലും മൂക്കൊക്കെ ഛേദിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അത്രയും മൃഗീയമായിട്ടാണ് അവരോട് പെരുമാറിയത്. അതിനുശേഷം ഗാമ എന്ത് ചെയ്തു? നേരെ കൊച്ചിയിലേക്ക് പോയി. കൊച്ചി രാജാവ് എന്ത് ചെയ്തു? കൊച്ചി രാജാവിന് ഒരുപാട് പാരിതോഷികങ്ങളൊക്കെ കൊടുത്തു. പുള്ളിനെ അങ്ങ് ഭയങ്കരമായിട്ട് പ്രീണിപ്പിച്ചു. അപ്പം ഈ കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർ, അത് ഗാമയും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. എന്തൊക്കെയാണ്? 2 കാര്യങ്ങളാണ് ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, കൊച്ചിയിലുണ്ടാകുന്ന കുരുമുളകും ഏലവും മറ്റു ചരക്കുകളും പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവും കൂടിയിരുന്ന് നിശ്ചയിക്കുന്ന വിലയ്ക്ക് വേണം പൊതുജനങ്ങൾ പോർച്ചുഗീസുകാർക്ക് നൽകണമെന്ന്. ആ വിലയ്ക്ക് പോർച്ചുഗീസുകാർക്ക് നൽകണം. അതായത് ജനങ്ങൾ എന്ത് ചെയ്യണം? അവരുണ്ടാക്കുന്ന കുരുമുളകും ഏലവും മറ്റ് ചരക്കുകളും ഒക്കെ പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലയ്ക്ക് പോർച്ചുഗീസുകാർക്ക് വിൽക്കണം എന്ന് പറഞ്ഞു. അപ്പം അതാണ് ഒന്നാമത്തെ ഉടമ്പടി. രണ്ടാമത് എന്ത് ചെയ്തു? കൊച്ചിയിൽ പോർച്ചുഗീസുകാർക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യാപാരശാലകളും സൈന്യ സങ്കേതങ്ങളും സ്ഥാപിക്കാനുള്ള അവകാശം. അപ്പോൾ ഇവിടെ ഓർക്കുക, സൈന്യ സങ്കേതം. ആദ്യം എല്ലാം വ്യാപാരശാലകളായിരുന്നു. അപ്പം ഇവരുടെ സാമ്രാജ്യ വികസനത്തിൻ്റെ ഓരോ ഘട്ടം നോക്കുക. സൈന്യ സങ്കേതങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം ഇവർ നേടിയെടുത്തു. ആദ്യം വ്യാപാരശാലയായിരുന്നു, ഇപ്പം സൈന്യ സങ്കേതങ്ങളും സ്ഥാപിക്കാനുള്ള അവകാശം. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ഈ ഉടമ്പടിയിലുണ്ടായിരുന്ന മെയിനായിട്ടുള്ള കാര്യം. അപ്പം കൊല്ലത്ത് നിന്നും ആർക്ക് ക്ഷണം കിട്ടി? ഈ ഗാമയ്ക്ക് ക്ഷണം കിട്ടി.
പുള്ളിക്കാരൻ ഈ കൊച്ചിയിലിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ കൊല്ലത്ത് നിന്നും ക്ഷണം കിട്ടി. അപ്പോൾ കൊല്ലത്തെത്തിയിട്ട് അവിടുന്ന് ചരക്കുമായിട്ട് എന്ത് ചെയ്തു, കൊച്ചിയിലേക്ക് വരിക. അപ്പോൾ ഈ കൊച്ചിയിലേക്ക് വരുമ്പോഴും വന്നപ്പോൾ ആരെ നേരിടേണ്ടി വന്നു? നമ്മുടെ സാമൂതിരിയുടെ നാവിക സൈന്യത്തെ നേരിടേണ്ടി വന്നു. പക്ഷെ ഗാമ വേഗം കപ്പലോടിച്ച് കൊച്ചിയിലേക്ക് വന്നു. ഇനി അടുത്തത് കോഴിക്കോടും കൊച്ചിയും തമ്മിലുണ്ടായ യുദ്ധം. അടുത്തത് എന്താണ്? കോഴിക്കോടും കൊച്ചിയും തമ്മിലുണ്ടായ യുദ്ധം. ഈ കാലഘട്ടത്തിൽ സാമൂതിരി കേരളത്തിലെ പോർച്ചുഗീസ് വികസന ശക്തിക്കെതിരായുള്ള സമരത്തിന്റെ നേതാവായി തീർന്നു. തന്റെ സാമന്തനായ കൊച്ചി രാജാവിനും പോർച്ചുഗീസുകാർക്കും തമ്മിൽ വളർന്നു വന്ന സൗഹൃദ ബന്ധം അദ്ദേഹത്തെ വ്യാകുലനാക്കി. ഒരു വിദേശ ശക്തിയുമായുള്ള സുഹൃബന്ധത്തിനാണോ കോഴിക്കോടുമായുള്ള മൈത്രിക്കാണോ കൊച്ചി രാജാവ് മുൻഗണന നൽകുന്നതെന്ന് അസന്ദിഗ്ധമായി അറിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സാമൂതിരി കൊച്ചി രാജാവിനൊരു സന്ദേശം എത്തിച്ചു. കൊച്ചിയിൽ നിന്ന് എല്ലാ പോർച്ചുഗീസുകാരെയും പറഞ്ഞയക്കണമെന്ന് അതിൽ ആവശ്യപ്പെട്ടിരുന്നു. പോർച്ചുഗീസുകാരുടെ സംരക്ഷണത്തിൽ സ്വന്തം രാജ്യത്തിന്റെ സമുജ്വല ഭാവി സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന കൊച്ചി രാജാവ് സാമൂതിരിയുടെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. 1503 മാർച്ച് 1-ാം തീയതി കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങി. ലോറൻസോ മൊറീനോയുടെ കീഴിൽ പോർച്ചുഗീസുകാർ സഹായിച്ച കൊച്ചി സൈന്യങ്ങൾ അവരുടെ ഇടപ്പള്ളിക്കോട്ട വീരോചിതമായി പ്രതിരോധിച്ചു. കരവഴിക്കും കടൽ വഴിക്കും ദ്വിമുഖാക്രമണം നടത്തിയ സാമൂതിരി സൈന്യത്തിന്റെ ഭാരിച്ച സമ്മർദ്ദത്താൽ കൊച്ചി സൈന്യം പിന്മാറാൻ നിർബന്ധിതമായി. ആളിലും അർത്ഥത്തിലും അവരുടെ നഷ്ടം വമ്പിച്ചതായിരുന്നു. കൊച്ചിയിലെ 3 രാജാക്കന്മാർ ആ യുദ്ധത്തിൽ മരിച്ചു. കൊച്ചി രാജാവ് എളങ്കുന്നപ്പുഴ ക്ഷേത്രത്തിലെ സങ്കേതത്തിൽ അഭയം തേടി. മഴക്കാലമായപ്പോൾ ഓണം കഴിഞ്ഞ് ആക്രമണം പുനരാരംഭിക്കാമെന്ന നിശ്ചയത്തോടെ സാമൂതിരി കോഴിക്കോട് മടങ്ങി. സുശക്തമായ ഒരു സൈന്യ വിഭാഗത്തെ കൊച്ചിയിൽ നിർത്തിയിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ കോഴിക്കോടും കൊച്ചിയും തമ്മിലുണ്ടായ യുദ്ധത്തിൽ എന്താണ്, ഈ ഒരു കാലഘട്ടത്തിൽ സാമൂതിരി കേരളത്തിലെ പോർച്ചുഗീസ് വികസനത്തിനെതിരായ സമരത്തിന്റെ നേതാവായിട്ട് മാറുകയാണ് ഉണ്ടായത്. 1503 മാർച്ച് 1-ാം തീയതി കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങി. 1503 മാർച്ച് 1-ാം തീയതി കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങി. കൊച്ചിയോട് സാമൂതിരിക്ക് ഇത്രയധികം വിരോധം വീണ്ടും വരാൻ കാരണം എന്താണ്? ഈ കൊച്ചിയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള സൗഹൃദമാണ്. അപ്പം നമ്മുടെ സാമൂതിരി കൊച്ചി രാജാവിന് കത്തൊക്കെ അയക്കുകയുണ്ടായി. നമ്മളോടാണോ താല്പര്യം, നിങ്ങളുടെ ബന്ധുവായ, അതായത് നമ്മുടെ മൈത്രിക്കാണോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക, അതോ വിദേശ ശക്തിയുമായുള്ള മൈത്രിക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കത്തൊക്കെ അയക്കുകയുണ്ടായി. പക്ഷെ അതൊന്നും എന്ത് ചെയ്തു, നമ്മുടെ കൊച്ചി രാജാവ് അതൊന്നും മുഖവിലക്കെടുത്തില്ല. അപ്പം സാമൂതിരിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമായി. അങ്ങനെയാണ് 1503 മാർച്ച് 1-ാം തീയതി കൊച്ചിയെ നേരിടാൻ വേണ്ടിയിട്ട് കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് പോയത്. പക്ഷേ കൊച്ചിയിൽ എന്ത് ചെയ്തു, അവിടെ ഒരു പോർച്ചുഗീസ് സൈന്യത്തിൻ്റെ സഹായം ഇവർക്കുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരനായ ലോറൻസോ മൊറീനോ, ആ പേര് ഓർത്തിരിക്കുക, ലോറൻസോ മൊറീനോ. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ പോർച്ചുഗീസുകാർ സഹായിച്ച കൊച്ചി സൈന്യം എന്ത് ചെയ്തു, ഇടപ്പള്ളിക്കോട്ട വീരോചിതമായി പ്രതിരോധിച്ചു. അതായത് ഇവരുടെ ആക്രമണത്തെ, സാമൂതിരിയുടെ ആക്രമണത്തെ പ്രതിരോധിച്ചു നിന്നു. ഇപ്പൊ സാമൂതിരി എന്ത് ചെയ്തു, കരവഴിക്കും കടൽ വഴിയും എല്ലാം എന്ത് ചെയ്തു, ആക്രമണം നടത്തി. അങ്ങനെ ഈ സാമൂതിരി സൈന്യത്തിന് ഭാരിച്ച സമ്മർദ്ദത്താൽ കൊച്ചി സൈന്യം ലാസ്റ്റ് പിന്മാറേണ്ടി വന്നു. കൊച്ചിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഇവരുടെ 3 രാജാക്കന്മാർ യുദ്ധത്തിൽ മരിക്കുകയുണ്ടായി. കൊച്ചി രാജാവ് എങ്ങോട്ട് അഭയം തേടി? എളങ്ങുന്നപ്പുഴ ക്ഷേത്രത്തിൽ, അവിടെ അഭയം തേടി. കൊച്ചി രാജാവ് എവിടെയാണ്? എളങ്ങുന്നപ്പുഴ ക്ഷേത്രത്തിൽ അഭയം തേടി. അപ്പം മഴക്കാലമായി, ഇനിയിപ്പം മഴയത്ത് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പം മഴ കഴിയട്ടെ, ഓണം കഴിഞ്ഞ് ആക്രമണം പുനരാരംഭിക്കാമെന്ന നിശ്ചയത്തോടെ സാമൂതിരി കോഴിക്കോടേക്ക് മടങ്ങി. പക്ഷെ ഇങ്ങനെ മടങ്ങുമ്പോഴും ഇദ്ദേഹം എന്ത് ചെയ്തു, കൊച്ചിയിൽ ഒരു വലിയ സൈന്യ വിഭാഗത്തെ നിർത്തിയിട്ടാണ് ഇദ്ദേഹം നമ്മുടെ കോഴിക്കോടേക്ക് തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് എന്താ? പോർച്ചുഗീസുകാരുടെ ആഗമനത്തിൻ്റെ തുടക്കം. ഇതിനകത്ത് നമ്മൾ ഗാമ, കബ്രാൾ, ജാവോഡാനോവ എന്നീ നാവികരെ പറ്റി പഠിക്കുകയുണ്ടായി. ബാക്കി നാവികരെ പറ്റിയും തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിൻ്റെ നോട്ട്സിനായിട്ട് ടെലഗ്രാം ചാനൽ സന്ദർശിക്കാം. താങ്ക്